അമ്മ ഓ ഞാൻ എത്തി വീടിന്റെ മുമ്പെത്തി. ഇല്ലെന്നേ ബസ്സിലാ വന്നേ, ഓട്ടോ ഒന്നും കിട്ടിയില്ല. കല്ലു എന്തെങ്കിലും കഴിച്ചാമ്മ? ദൈവമേ, ഈ കൊച്ചൊന്നും കഴിച്ചില്ല ഇതുവരെ. ഇനി ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കും, മിഠായി മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കും. അതൊന്നും മേടിച്ചു കൊടുക്കരുത് കേട്ടോ. അമ്മയൊന്നും കഴിച്ചില്ലല്ലോ, അമ്മയും കഴിക്കും. ശരി എന്നാ ഞാൻ വിളിക്കാം. എവിടെ പോയതാ? ഞാൻ ജസ്റ്റ് നമ്മുടെ പാറമണയുടെ സൈഡിലോട്ടൊന്ന് പോയതാണ്. ഞാൻ നമ്മുടെ ഇങ്ങനെ ഇവിടെ നിന്നപ്പോഴേ 2 പിള്ളേർ അങ്ങോട്ട് പോണ്. ഡ്രൈവൻസ് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്. അതെ, അങ്ങോട്ട് പോയപ്പോ എനിക്ക് എന്തോ ഒരു വശവശ അടിച്ച് ഞാൻ പുറകെ പോയതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ അവരാ ഷെഡ് ഇരിക്കണ്. ഞാൻ നോക്കിയപ്പോ ഒരു ടക്കനൊരു ചിരി ഇങ്ങനെ കേറിട്ട് എനിക്കെന്തോ അങ്ങോട്ട് സെറ്റായില്ല. എവിടെയുള്ള പിള്ളേരാ? ആന്ന് പറഞ്ഞൂടാ, എവിടെ ഉള്ളതോ എന്തോ. പിള്ളേര് അവിടെ എവിടെയെങ്കിലും ഇരിക്കത്തേടാ, നിനക്കെന്താ? ഇരിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് പണ്ടത്തെ കാര്യം ഓർമ്മയില്ലേ? എന്ത് കാര്യം? ഒരു തവണ പോയി കിടന്നുറങ്ങിയിട്ട് രാത്രി വിളിച്ചോണ്ടിറങ്ങി ഓടിയത്. ആ, ഏത് കാര്യം? ചേച്ചി ഇത് കേട്ടിട്ടില്ല? ഞാൻ ചേച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ചേച്ചി ആ സ്ഥലവേ ഒരുമാതിരി വശവശ പിടിച്ച സ്ഥലമാണ്. രാത്രി ഭയങ്കര നെഗറ്റീവാണ് അവിടെ. രാത്രി ഭയങ്കര നെഗറ്റീവാ? ഓ, അപ്പൊ പകല് നെഗറ്റീവ് എവിടെ പോകും? സദ്യ ഉണ്ടാൻ പോവും? പകല് നെഗറ്റീവ് എവിടെയും പോവില്ല. പകലിൽ നെഗറ്റീവ് ഒക്കെ ഉണ്ട്, പക്ഷെ രാത്രിയുടെ അത്ര ഇല്ല എന്നാണ് എന്റെ വിഷയം. സാറിന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ ഇല്ലല്ലോ. അല്ല അന്നേ ഒരു ദിവസം ഞാൻ ചൂണ്ടയിടാൻ പോയത്. ചൂണ്ടയിടാൻ പോയ സമയത്ത് ഞാൻ സമാധാനമായിട്ട് ചൂണ്ടയിട്ടോണ്ടിരിക്കുന്ന സമയത്ത് ടക്കനൊരു വിളി. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ ഒരൊറ്റ മനുഷ്യനോടെ കാണാനില്ല. ആര് നിനക്ക് തോന്നിയതായിരിക്കും? അല്ല ചേച്ചി, സീരിയസ് ആയിട്ടൊന്ന്. എടാ പോടാ, നിന്നെ പോലുള്ളവർമാരാണോ ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളവരൊക്കെ പേടിപ്പിക്കണത്? ഓ, തന്നെ അനുഭവം വരുന്നിടം വരെയും വിശ്വാസം ഒന്നും കാണൂല. അനുഭവം അങ്ങോട്ട് വന്നു കഴിഞ്ഞാ ഉള്ളംകാല് പോലെ ഒന്ന് വിറക്കി. ആദ്യ അനുഭവം വരട്ടെ, എന്നിട്ട് ഞാൻ വിശ്വസിക്കാം. ഓ ശരി, നടക്കങ്ങോട്ട്. നേരെ ഒക്കെ നടക്കടാ. നോക്കി നടക്കാം. ചേച്ചി, ഞാൻ പറഞ്ഞതുള്ള കാര്യമാണ് കേട്ടോ. എന്ത് കാര്യം? പാറമണയിലെ കാര്യം. ഒന്ന് പോടാ അവിടെ. പക്ഷെ സത്യമായിട്ട് അവിടെ ഭയങ്കര നെഗറ്റീവ് എനർജിയാണ്. പോയേ യേശു, വേറെ എന്തെങ്കിലും പറയണെങ്കിൽ പറ. ഓ ശരി, വേറെ എന്തെങ്കിലും പറ. ചേച്ചി ഹായ്. ഹായ്. ചേച്ചി കല്ലുവിനെ കൊണ്ടുവന്നില്ലേ? കല്ലുവിനെ കൊണ്ടുവന്നില്ല, കല്ല് കുഴിപ്പള്ളത്ത്. കല്ലുവിനെ കൊണ്ടുവരാൻ എന്ത്? അതിനെ വിളിച്ചിട്ട് വരണ്ട അവള്. லெச்சு நீ இங்க இல்லாம ஏதோ மாதிரி இருந்தது. സിദ്ധു എവിടെ മോളെ? അവൻ കൊടുങ്ങല്ലൂർ എന്തോ പോയേക്കുവാ മോമ്മ, എന്തോ വണ്ടി നോക്കാൻ വേണ്ടി. എന്തുകൊണ്ട് ചേച്ചി? എന്ത് വണ്ടിയാന്ന് അറിയാൻ പാടില്ല. അവന്റെ കൂട്ടുകാരനെ അവന്റെ വണ്ടി എന്തോ വിൽക്കാനിട്ടേക്കുന്നു. അപ്പൊ അതിന്റെ വിലയൊക്കെ എന്തോ നോക്കാൻ വേണ്ടി പോയതാ. നല്ല കാര്യം. ചേച്ചി, ഞാൻ പറഞ്ഞ കാര്യം ചേച്ചി അങ്ങനെ മനസ്സിലോട്ട് എടുത്തിട്ടില്ല എന്നെനിക്കറിയാം. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിലേക്ക് എടുത്താൽ മതിയല്ലോ. ഈ പൊട്ട വിശ്വാസമൊക്കെ ആർക്ക് വേണം? ചേച്ചി പൊട്ട വിശ്വാസമൊന്നുമല്ല. പാറമടയില് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ പാറമടയില് പമ്പ പ്രശ്നമാണ്. എടാ, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം നീയാണ് ഇപ്പൊ. ഓ ശരി, ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്തുവാ കാര്യം പറ. എന്റെ അമ്മൂമ്മ ഈ മണ്ടങ്ങോണാപ്പി പറയാ പാറമടയിൽ പ്രേതശല്യം ഉണ്ടെന്ന്. ഇത് പൊട്ട കഥയൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കുവാ. ഇല്ല മുമ്മ. കേട്ടിട്ടുണ്ടാ? അവിടെ ആരോ വീണ് മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മള്? അതിപ്പോ കേക്ക് മാത്രല്ല, ഞാൻ ഡെഡ് ബോഡി കണ്ടിട്ടുമുണ്ട്. എന്നും പറഞ്ഞ് മരിച്ചാളുടെ പ്രേതം അവിടെ കിടന്ന് റോള് കളിക്കുവാണോ? അല്ലല്ലോ. ഓ വിശ്വസിക്കാതിരിക്കുവാണെങ്കിൽ വിശ്വസിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്ന് പറയാൻ പറ്റും. രാത്രി അവിടെ പോയി നിൽക്കാൻ പറ്റൂ? നട്ടുച്ചക്ക് ഒരു മണിക്കൂർ അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ മേഡത്തിനെ കൊണ്ട്? ഹലോ, സാറെന്നെ വെല്ലുവിളിക്കുവാണോ? ഓ പിന്നെ വെല്ലുവിളിച്ചാ ഇപ്പൊ അങ്ങ് ഏറ്റെടുക്കും. ഏറ്റെടുക്കാനേ ഞാൻ റെഡിയാ. ഞാൻ പോയി നിക്കാം. ഓ പാറമടയുടെ അവിടെ രാത്രി ഞാൻ പോയി നിക്കാന്ന്. லெச்சு லெச்சு ராத்திரினா நட்டராத்திரி 12 மணிக்கா? 12 മണിക്കൊന്നും അവിടെ പോയി നിക്കാൻ എനിക്ക് പറ്റിയൊന്നുമില്ല. എനിക്ക് കിടന്ന് ഉറങ്ങണം. 8 മണി ആകുമ്പോ ഇരുട്ടാവുമല്ലോ. ഞാൻ 8 മണിയാകുമ്പോ പോയി നിന്നോളാം. പ്രശ്നം തീർന്നില്ലേ? 8 മണിക്കൊന്നും പോയി നിൽക്കണ്ട, ഒരു 7 മണിക്കൊക്കെ പോയാൽ നിന്നാ മതി. ഒരു മണിക്കൂർ ഒറ്റയ്ക്ക് നിൽക്കണം. പറ്റൂ? പറ്റും. ഓ പറ്റണ്ട. പറ്റുവെക്കാം. എന്ത് തരും? 500 രൂപ. ഉറപ്പാണോ? ഉറപ്പായിട്ടും തരും. ഇന്ന് തന്നെ പോയി നിൽക്കണം. ഇന്ന് തന്നെ പോയി നിക്കാം. லெச்சு
വേണ ലച്ചു ഒന്ന് പോയ ആന്റി. ലച്ചു ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോവല്ലേ. എന്റെ അമ്മൂമ്മ, ഈ ലച്ചുവിനുണ്ടല്ലോ പേടി എന്ന് പറഞ്ഞ സാധനമില്ല, അതുപോലെ തന്നെ അന്ധവിശ്വാസം. ലച്ചാച്ചേ, ലച്ചാച്ചേ, ഞാന് പോണ്ടേ? സമയം 7 മണിയായി. വെറ്റി വെച്ചിട്ട് അകത്തേരിക്കണോ? ശരി ശരി, മാളത്തെ കയറി ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു 500 രൂപ തന്നേക്ക്. പ്രശ്നം കഴിഞ്ഞില്ലേ? ഡാ, നീ എന്തിനാ ചുമ്മാ കൊച്ചിനെ വെല്ലുവിളിക്കുന്നേ? അത് മര്യാദക്ക് അവിടെ കാണാൻ ഇരിക്കുവല്ലയോ? നിനക്ക് എന്താ കുഴപ്പം? അമ്മൂമ്മ, അത് ഞാൻ തുടങ്ങി വെച്ചല്ലോ. ചേച്ചി എന്നെ പോയിരുന്നോളൂ എന്നോട് പറഞ്ഞല്ലേ. പറഞ്ഞോണ്ട് ബെറ്റ് വെച്ചാണ് 500 രൂപ. അല്ല, കുഴപ്പമില്ല അമ്മൂമ്മ, ഞാൻ വിട്ടു. ഇനിയിപ്പൊ ബെറ്റ് വെച്ചിട്ട് ചേച്ചി പേടിച്ച് വിറച്ച് ഒളിച്ചാത്തിരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ. ആര് പേടിച്ച് വിറച്ച് അകത്ത് ഒളിച്ചിരിക്കണം? അല്ല ചേച്ചി, ഓരോ ഒളിക്കലും ഇല്ല. ഞാൻ ഇപ്പൊ തന്നെ പോവും, നോക്കിയോ. പേടിയാണെങ്കിൽ പോണ്ട, കുഴപ്പമൊന്നുമില്ല. അതിന് ആർക്കും പേടി? നിനക്ക് തോന്നണ്ടല്ലേ ഇച്ചൊരു പേടി ഉണ്ടാവുന്ന്? ഇല്ലേ? ഒരു പേടിയും ഇല്ല. അമ്മൂമ്മ, സമയം ഇപ്പൊ 7:30 ആയോളൂ. ഞാൻ ആദ്യം അവിടെ പോയി നോക്കട്ടെ. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങ് തിരിച്ചു വരും, അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിൽക്കും. പക്ഷേ നീ അങ്ങോട്ട് പോകണ്ട, അവിടൊക്കെ ഇഴജന്തുക്കൾ കാണും. നീ പോവണ്ട. എന്റെ അമ്മൂമ്മ, ഈ ഇഴജന്തുക്കളെക്കാളും പേടി എനിക്കിപ്പോ മനുഷ്യന്മാരെയാണ്. കയ്യിലേ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഉണ്ട്. അമ്മൂമ്മ, ഇന്ന് ചന്ദ്രനെ കാണാനില്ലല്ലോ. കറുത്തവാവണാ? കറുത്തവാവല്ല, ചുമന്ന വാവ്. മിണ്ട ഉറങ്ങണം നിന്നോണം കേട്ടാ. ശരി ശരി ശരി, ചേച്ചി പോവാണോ? ആ, ഞാൻ പോവാ. 1 മണിക്കൂർ കേട്ടോ. 1 മണിക്കൂറാ? 1.5 മണിക്കൂർ ഞാൻ അവിടെ നിൽക്കും, നോക്കിക്കോ. 1.5 മണിക്കൂറോ? ആ ശരി ശരി ശരി. കൂട്ടിന് ഞാൻ വല്ല മറന്നോ? ഓടെ ചീള് ചെറുക്ക. അമ്മൂമ്മ, പോയിട്ട് വരാം. ലച്ചു ലച്ചു പുറകേന്ന് വിളിക്കണ്ട. നിനക്ക് വല്ല ആവശ്യമുള്ള കാര്യമായിരുന്നു ഇത് ആണോ?